ഇന്നൊരു വെണ്ടയ്ക്ക സാമ്പാറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് അരക്കപ്പ് പരിപ്പ്, ഞാനിവിടെ ഓറഞ്ച് കളർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് വാഷ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ചെറിയ സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തതും അല്പം മഞ്ഞൾ, ഉപ്പ്, പിന്നെ ഒരു പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാമ്പാറിന്. പിന്നെ ഇതിലേക്ക് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കഷ്ണങ്ങൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ആ ഒരു വെളിച്ചെണ്ണയിൽ വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് അല്പം സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വാങ്ങിച്ച സാമ്പാർ പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ അത് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വാങ്ങിച്ചതാണ്. ഇനി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ഒരു വലിയ തക്കാളി അത് ക്യൂബാക്കി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ല തിളച്ച് ഏകദേശം ഒന്ന് മുക്കാൽ പാകത്തിനാവുന്ന സമയത്ത് നമ്മൾ വേവിച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായം നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ കായം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്, കായത്തിൻ്റെ വെള്ളമാണ് ചേർത്തത്. എല്ലാം കൂടെ ചേർത്ത് സാമ്പാർ റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു വറവിടണം. അപ്പോൾ ചട്ടി വെച്ച് അതിലേക്ക് കടുക്, ഉഴുന്ന്, വറ്റൽമുളക്, കറിവേപ്പില, അല്പം സാമ്പാർ പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. സാമ്പാർ റെഡി.